ശ്രീജിത്ത് തുടരുക. അശ്വിൻ ഡിയാഗോയിലേക്ക് പോവുകയാണ്. അശ്വിനുള്ളത് മേപ്പാടി PHCക്ക് സമീപമുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ്. അശ്വിൻ, ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്, ഏറ്റവും ഉള്ളിലഞ്ഞു കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഉറ്റവരെ തേടിയുള്ള ആളുകൾ ബന്ധുക്കൾ എത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ. കാരണം മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ അവരെ തേടിയെത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ 146 പേരെ കൂടിയാണ് തിരിച്ചറിഞ്ഞത്. ഒപ്പം ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിൽ, ഈ മേപ്പാടി ആശുപത്രിയോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ ഏതാണ്ട് 7 മൃതദേഹങ്ങളും അതുപോലെ തന്നെ 15ഓളം ശരീരഭാഗങ്ങളുമാണ് ഉള്ളത്. ഇതിൽ ഈ 7 മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ്. ഇവിടെ ഇനി ആരെങ്കിലും ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി എത്തുമോ ഇല്ലയോ എന്നുള്ളതിന് ശേഷം, അത് പരിശോധിച്ചതിന് ശേഷമാകും ഈ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെയും ആ ഒരു സംസ്കാരമടക്കമുള്ള നടപടികളിലേക്ക് നടക്കുക. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മൊബൈൽ ഫ്രീസറുകളിലായി നിരവധി മൃതദേഹങ്ങൾ ഇങ്ങനെ ഉറ്റവരെ കാത്ത് ഇവിടെ കിടക്കുന്നു. മാത്രമല്ല, ഇവരെ അന്വേഷിച്ച ഇവരുടെ ബന്ധുക്കൾ നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ടാകും. അങ്ങനെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ഒരു ദുരന്തത്തിന് ശേഷം ഈ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പല ശരീരങ്ങളും ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി അൺനോൺ എന്ന് എഴുതി വെച്ച് മാത്രം ഇങ്ങനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ആ ഭാഗത്തൊക്കെ 10ഉം 14ഉം വയസ്സുള്ള കുട്ടികളുടെ അടക്കം മൃതശരീരങ്ങളുണ്ട്. ഇവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടി എവിടെയൊക്കെയോ തിരച്ചിൽ നടത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരും ഏതെങ്കിലും കാണാമറയത്തേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ തികച്ചും കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനും ചുറ്റും ഒക്കെയായി ഉള്ളത്. ഈ നിലവിൽ ഇപ്പോൾ ഇവിടെ എത്ര മൃതദേഹങ്ങളാണുള്ളത്? ഇവരെയൊക്കെ എപ്പോഴാക്കും തിരിച്ചറിയാൻ ആളുകൾ വരുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ബാക്കി നടപടികളൊക്കെ എങ്ങനെയാണ്? ഇവിടെ എല്ലാ ദിവസവും എല്ലാ സമയത്തും ബന്ധുക്കൾ തിരിച്ചറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 12ഓളം മൃതദേഹങ്ങൾ വന്നിരുന്നു. അത് ബന്ധുക്കൾ വന്നു, തിരിച്ചറിഞ്ഞു, അത് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ്. ഒരു 7 മൃതദേഹങ്ങൾ, കംപ്ലീറ്റ് ആയിട്ടുള്ള മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട്. അത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ കയ്യിലുള്ള രേഖകളും അവരുടെ അറിവും അവരുടെ ഓർണമെൻറ്റ്സും അവർ അവസാനം ധരിച്ച വസ്ത്രത്തിൻ്റെ തുണിയുടെ നിറവും അതിൻ്റെ കളറും നോക്കിയിട്ടൊക്കെയാണ് അവർ വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ബോഡി പാർട്സാണ്. ഒരു 10ലധികം ഉണ്ട് ബോഡി പാർട്സ്. അപ്പോൾ ഈ ആളുകൾ ചൊവ്വാഴ്ച മുതൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ വരുന്നുണ്ട്, അവരുടെ കയ്യിലുള്ള ചിത്രം നോക്കിയിട്ട്. എന്നിട്ട് ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, ഇത്രത്തോളം ദിവസമായിട്ട് അവർക്ക് പലർക്കും ബോഡി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉള്ള ബോഡികൾ നമുക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയ ബോഡികളാണുള്ളത്. ശ്രുതി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ പല മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇവിടേക്കാണ് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ എത്തിക്കുന്നതും ഇവിടേക്കാണ്. ഇവിടെ നിന്നുമാണ് ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. സാറേ, ഇതുവരെ എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിയത് എന്നുള്ള കണക്കുണ്ടോ? ഇവിടെ 162, അതിൽ 130ഓളം റിലീസ് ചെയ്തു. ബാക്കി ഐഡൻറ്റിഫൈഡ് ആണ്. അതിൽ 7 അൺഐഡൻറ്റിഫൈഡ് ഫുൾ ബോഡി, ബാക്കി ബോഡി പാർട്സ് ഒക്കെ ആയിട്ട്. ഇവിടെ വന്നതിൽ 130 റിലീസ് ചെയ്തു. അതെ, തിരിച്ചറിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. തിരിച്ചറിയാൻ എത്ര മൃതദേഹങ്ങൾ ബാക്കിയുണ്ട്? ഇവിടെ ഉള്ളതിൽ 33ഓളം ബോഡി തിരിച്ചറിയാനുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേനെ ഇവർ തിരിച്ചറിയുമ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി നടപടികൾ? അപ്പോൾ തന്നെ വിട്ടുകൊടുക്കുകയാണോ? തിരിച്ചറിയപ്പോൾ കൊടുക്കുന്നു. ഉണ്ടാവുന്നില്ല. ഇല്ല. ഇപ്പോൾ ഈ ആളുകൾ ഇവർ കണ്ടു തന്നെയല്ലേ തിരിച്ചറിയുന്നത്? വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ തിരിച്ചറിയാനായിട്ട്. ഇപ്പോൾ പല മൃതദേഹങ്ങളും വികൃതമായ രീതിയിലൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ ഇവർ ഇത് തിരിച്ചറിഞ്ഞു എന്ന് കണ്ട ഉടനെ നിങ്ങളതങ്ങ് വിട്ടുകൊടുക്കുകയാണ്? അതെ, അത് പോലീസുകാരെല്ലാം കൺഫേം ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നിന്നുമുള്ള കാര്യങ്ങൾ. കാരണം ഇവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ ദിവസങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ ഇവിടെ മൃതദേഹങ്ങൾ ഒക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം. ആദ്യ ദിനം മാത്രം ഇവിടെ 100-നടുത്ത് മൃതദേഹങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഈ മൊബൈൽ ഫ്രീസറുകളുടെ എണ്ണം കുറവായിരുന്നു. എത്തിക്കാൻ ഇത്രയും മൊബൈൽ ഫ്രീസറുകളുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നിട്ടും അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെയായിരുന്നു. മാത്രമല്ല, ഇവരെ അന്വേഷിച്ച് ഇവരുടെ
ഉറ്റവരും ഉടയവരും ഒക്കെ നിന്ന നിപ്പിൽ ഓടിയെത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന ആളുകൾ, ദുരിതത്തിൻ്റെ ഞെട്ടൽ ഇനിയും മാറാത്ത ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഒക്കെ ഇവിടെ വന്ന് തങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ആശുപത്രികളിൽ പരിശോധിക്കുന്നു. ആദ്യം അവർ പരിശോധിക്കുക ആശുപത്രികളിൽ എവിടെയെങ്കിലും ചികിത്സയിലുണ്ടോ, ബന്ധുവീട്ടുകളിലേക്ക് ഓടിക്കയറിയ ആളുകളുണ്ടോ. ഏറ്റവും ഒടുവിൽ മാത്രമാണ് ഇവിടെ വന്നൊരു പരിശോധന നടത്തുന്നത്. അത് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ വന്നൊരു പരിശോധന നടത്തുന്നത്. അങ്ങനെ ഈ വയനാടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇത്തരമൊരു കാഴ്ചയാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല എന്നുള്ള ഒരു സാഹചര്യം. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിൽ, ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ ഒരു മനുഷ്യനുണ്ട്, നൗഫൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രവാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 16ഓളം പേരാണ് മരണപ്പെട്ടത്. ഇനി അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. മാത്രമല്ല അദ്ദേഹം ഗൾഫിൽ പോയി ഇനി ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചോദ്യം. മാത്രമല്ല വേറെ കുടുംബങ്ങളുണ്ട്, 11 പേര് നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്, അതുപോലെ 2 പേര് നഷ്ടപ്പെട്ടവർ, അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടവരുടെ കണക്കുകളൊക്കെ അതും മാത്രം ആ ഓർമ്മകൾ മാത്രം കെട്ടിപ്പിടിച്ച് ആ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന ആ ക്യാമ്പിൽ മാത്രം ഏതാണ്ട് 104 കുടുംബങ്ങളിലായി 561 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 161 കുട്ടികളുമുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ആ ഒരു മാനസിക സമ്മർദ്ദം അത് ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. മാത്രമല്ല ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഇവരുടെ ഒരു ആയുസിൻ്റെ സമ്പാദ്യമായ വീട് വരെ തകർന്ന ആളുകളുണ്ട്, ഉറ്റവർ നഷ്ടപ്പെട്ടവരുണ്ട്, കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, നിന്ന നിപ്പിൽ ഇറങ്ങി ഓടിയ ആളുകളുണ്ട്. ഇനി എന്തെന്ന് ചോദിച്ച് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ സഹായം ആവശ്യമാണ്. ചുരുക്കത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ്. ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ചെങ്കിലും ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളതാണ് പലരുടെയും ഒരു ചോദ്യം. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ട്. അങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം പേര് നിൽക്കുന്ന ആളുകളാണ് വയനാട്ടിൽ, ഈ പ്രത്യേകിച്ചും ഈ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. നേരത്തെ ശ്രീജിത്തൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ പരിശോധനകൾ, തിരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ 7 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത്രയും തിരച്ചിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇനിയും എത്ര പേര് നമുക്ക് ജീവനോടെ രക്ഷിക്കാനാകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം മണിക്കൂറുകൾ പിന്നിടുന്നു, ദിവസങ്ങൾ പിന്നിടുന്നു. ഇനി ഇവരെ എന്തായാലും നമുക്ക് ജീവനോട് പുറത്തെത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഇന്നലെ തന്നെ രാത്രി തന്നെ ഒരു മിഷൻ നടന്നിരുന്നു, ഒരു ജീവൻ്റെ തുടിപ്പ് കണ്ടെത്തുന്നു. പക്ഷേ അതിനെ എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് ഏറെ പണിപ്പെട്ട്, ജനറേറ്റർ ഇല്ല, വെട്ടമില്ല, അങ്ങനെ ഏറെ പണിപ്പെട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പക്ഷേ അതും വിഫലമായി മാറുന്നു. അങ്ങനെ ഈ ശ്രമങ്ങൾക്കൊടുവിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഇവിടെ പലരുടെയും ചോദ്യം. ശ്രുതി.